നമസ്കാരം. ഏതപ്പഞ്ചത്താലും കോഴിക്ക് കടക്കപ്രതിയില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അവസ്ഥ, ഇന്ത്യക്കാരുടെ അവസ്ഥ. ഏത് സർക്കാർ കേന്ദ്രം ഭരിച്ചാലും കേരളം ഭരിച്ചാലും ജനങ്ങളുടെ ക്ഷേമത്തിന് മാത്രം ഊന്നൽ കൊടുത്തി ഭരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അജണ്ടയൊന്നും അല്ല. അവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ വളരണം, അവരെ വേണ്ടപ്പെട്ടവരൊക്കെ അതിസമ്പന്നരാകണം. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തി വരുന്ന, അതിപ്പോ ഇടത് വലത് അങ്ങനെയല്ല പറയുന്നത്, അവരുടെ ഒരു നിലപാട് നോക്കിയാൽ മനസ്സിലാവും. അവരുടെ വേണ്ടപ്പെട്ടവരെ ഔദ്യോഗിക തലങ്ങളിൽ ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കി തിരികെ കയറ്റുക, പിന്നെ ഖജനാവ് കൊള്ളയടിക്കുക, അവരുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി അവരുടെ ഔദ്യോഗിക വാഹനമായാലും അല്ലാതായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടുക, പിന്നെ അവരുടെ താമസത്തിന് ആവശ്യമായ ആഡംബരങ്ങൾ ഉണ്ടാക്കുക. ജനം പട്ടിണിയിലാണോ, പെൻഷൻ കിട്ടുന്നുണ്ടോ ഒന്നും അവർ നോക്കുന്നുമില്ല, അതൊന്നും ഒരു ആവശ്യമില്ല. അതിന്റെ കൂടെയാണ് ജനങ്ങളുടെ സ്വൈര ജീവിതത്തിൽ കയറി ഉള്ള ഇടപെടലുകൾ. അവർ അധ്വാനിക്കുന്ന പണം കൊണ്ട് സർക്കാരിന് നികുതിയും കൊടുത്ത് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, അത് വാഹനമായാലും വീടായാലും എന്തായാലും അതിന്മേലും ഒരു കൊള്ള. ആ കൊള്ളയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. E20 പെട്രോൾ, പുതിയ വാഹനങ്ങൾ മായം കലർന്ന പെട്രോൾ ഒഴിച്ചു ഓടാൻ പാകത്തിന് ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ പഴയ വാഹനങ്ങൾ അങ്ങനെയല്ല, അത് പെട്രോൾ മാത്രം ഒഴിച്ചു ഓടാനുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളതിന് പൊല്യൂഷൻ കിട്ടുന്നില്ല, ജനങ്ങളെ കൊള്ളയടിക്കലാണ്. അത് മാത്രമല്ല, ഇങ്ങനെ മായം കലർന്ന പെട്രോൾ വിൽക്കല്, എണ്ണ ഇറക്കുമതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വന്തക്കാരും ബന്ധക്കാരുമായിട്ടുള്ള ചിലർ, നമ്മുടെ എഥനോൾ ഉണ്ടാക്കുന്ന കുറച്ച് അവരെ സംരക്ഷിക്കാൻ, അവരുടെ എഥനോൾ വിറ്റുപോകാൻ ഇന്ത്യയിലെ ജനങ്ങളെ അടിമകളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിന് ഒരുപാട് എതിർപ്പുകളും അതുപോലെ അനുകൂല നിലപാടുകളും ഒക്കെ വന്നിരുന്നു. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമാണ് പെട്രോൾ വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ. എല്ലാവർക്കും ഇപ്പോൾ പഴയ വാഹനം വിറ്റിട്ട് പുതിയ വാഹനം വാങ്ങാൻ പറ്റൂലല്ലോ. ഇപ്പൊ എന്റെ ബൈക്കിന് കഴിഞ്ഞ ദിവസം പൊല്യൂഷൻ എടുക്കാൻ പോയിട്ട് കിട്ടിയില്ല. എന്നാൽ അതിനു മുമ്പ് പഴയ പെട്രോൾ അടിച്ചിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ വണ്ടിക്ക് കുഴപ്പമാണെന്നൊക്കെ പലരും പറഞ്ഞു. അല്ല, എന്റെ വണ്ടി കാർബറേറ്റർ മാറിയതാണ്, പണി കഴിഞ്ഞതാണ്, എല്ലാം കഴിഞ്ഞതാണ്. പക്ഷെ ഈ പെട്രോളിന് നമ്മുടെ വണ്ടിയോട് അത്ര ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ വണ്ടി മാത്രമല്ല, പല വാഹനങ്ങളും അത് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ആ നിലയിൽ തന്നെ കാണിക്കും. ഈ നിലവിൽ അതിനുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, കേരള സർക്കാർ, നമ്മൾ കേരളത്തിലായതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ്, പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് അവർ പറയണം, ഇപ്പോൾ E20 ആണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇത്രയ്ക്ക് മേലാണെങ്കിൽ കുഴപ്പമില്ല, പഴയ വാഹനങ്ങൾക്ക്, പുതിയ വാഹനങ്ങൾക്ക് ഇത്ര, പഴയ വാഹനങ്ങൾക്ക് ഇത്ര, സോഫ്റ്റ്വെയറിൽ ഒരു മാറ്റം വരുത്തിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ളവർ ജീവിച്ചു പോകും. അത് പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. കേരള സർക്കാരിന് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഈ രീതിയിൽ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിക്കൊണ്ട് പഴയ വാഹനങ്ങളെ ഒന്ന് പരിഗണിക്കാൻ പറ്റും. അല്ലെങ്കിൽ പൊല്യൂഷൻ കിട്ടില്ല. അത് ബൈക്ക് മാത്രമല്ല, കാറ് മാത്രമല്ല, എല്ലാം. അതായത് ജനങ്ങളുടെ ജീവിതത്തിന്, അവരുടെ സ്വത്തിനൊന്നും യാതൊരു വിലയും കൊടുക്കുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ പറയും, അത് അടിമകളെ പോലെ നമ്മൾ അനുസരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതാണ് നിലവിലെ സാഹചര്യം. അതിനെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ സത്യത്തിൽ ഇത് മുൻകൂട്ടി കാണേണ്ടതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്നറിയില്ല, കഴിഞ്ഞ ദിവസം സർക്കാർ എടുത്തിട്ടുള്ള ഒരു തീരുമാനം പെട്ടെന്ന് പിൻവലിക്കേണ്ടി വന്നത് ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട്, അതായത് വ്യോമയാന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഇട്ടുപിടിയുന്ന ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തപ്പോൾ ഇൻഡിഗോയ്ക്ക് അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നു. കാരണം ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സർവീസ് നടത്താൻ കഴിയുന്ന ആളാണ്. ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ 2000 ചില്ലുവാൻ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നോക്കുമ്പോൾ 4000 ചില്ലുവാനായി. അത്തരത്തിലുള്ള റേറ്റ് കൂടി, അതായത് ഒറ്റയടിക്ക് ഇരട്ടിയായി മാറി. ഇന്ത്യക്ക് ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ വില അറിഞ്ഞില്ല. അപ്പൊ അത്രയ്ക്ക് വ്യോമയാന മേഖലയിൽ വില പിടിച്ച്, ടിക്കറ്റ് നിരക്ക് പിടിച്ചു നിർത്തിയിരുന്ന ഒരു കമ്പനി ഇന്ത്യയുടെ ഏതാണ്ട് 60% സഞ്ചാരം കൈയടക്കിയിരുന്ന ഒരു കമ്പനി പെട്ടെന്ന് നിർത്തേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഒരു, അറിയാമല്ലോ അതിനുള്ള സാഹചര്യങ്ങളും. അതായത് ഓരോ തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു അന്തവും കുന്തവും ഇല്ലാതെ തന്നെ എടുക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നോട്ട് നിരോധനം എടുത്തത്. നോട്ട് നിരോധനം ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് പിന്നീട് ഉണ്ടായത്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ഡിജിറ്റൽ ഇടപാടുകളും മറ്റുമെല്ലാം പ്രോത്സാഹിക്കപ്പെട്ടു. ഇപ്പൊ കച്ചവടക്കാർക്ക് ചില്ലറ, ചെറിയ ചില്ലറ 2, 3, 5 രൂപ, 105 രൂപ എന്ന് പറഞ്ഞാൽ 100 കൊടുത്തിട്ട് അങ്ങ് പോകും. 5 രൂപ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ 1 രൂപ ഉണ്ടെങ്കിലും ആ 1 രൂപ അടക്കം അവർക്ക് കിട്ടുന്നുണ്ട്. അതൊരു ലാഭം തന്നെയാണ്. പക്ഷെ അത് നടപ്പിലാക്കിയത് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായ മൊത്തത്തിലുണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും അന്ന് ഉണ്ടായിപ്പോയ ആ ഒരു ബിസിനസ് തകർച്ചയും ചെറുതൊന്നുമല്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. ഇൻഡിഗോന്റെ കാര്യമായാലും ഇപ്പോൾ പെട്രോളിന്റെ കാര്യമായാലും എല്ലാം. കാരണം പെട്രോളിന്റെ ഇത്തരത്തിലുള്ള കാര്യം എടുക്കുന്ന സമയത്ത് പഴയ വാഹനങ്ങൾ ഇവിടെ ഓടുന്നുണ്ട് എന്നറിയണ്ടേ, അതും കൂടെ കണക്കൂട്ടിയുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പഴയ വാഹനങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള പെട്രോൾ കൂടി ഇവിടെ വിതരണം നടക്കണം. പൊല്യൂഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ പൊല്യൂഷൻ അല്ല ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ടാണ് എല്ലാ വാഹനങ്ങൾക്കും പൊതുവായി ഒരേ പെട്രോൾ, നമ്മുടെ അളിയന്റെ പെട്രോൾ തന്നെ അവിടെ ഉപയോഗിക്കണം എന്ന രീതിയിൽ നിയമം പാസ്സാക്കി വന്നത്. ഇതൊരു അടിമത്താണ്.
അത് നമ്മൾ എന്ത് തിന്നണം, എങ്ങനെ തിന്നണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു നിലപാട്. അതിനോട് വിയോജിപ്പുണ്ട്, അത് ഏത് സർക്കാരായാലും. നമ്മൾ കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അത് സംബന്ധിച്ചിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. അവരത് ചെയ്യാത്തത് കൊണ്ട് അവരോടും പ്രതിഷേധമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ ചില കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ. അതിൽ പവിത്രൻ PC വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കമന്റാണ്: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ കേരള സർക്കാരിന്റെ പൊടി പറയുന്നതിന് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പെട്രോളിന്റെ വിനിമയം ആരാണ് നിയന്ത്രിക്കുന്നത്? പിന്നെ പറയുന്നത്, ആ കമന്റ് തുടർന്നു പോകുന്നത്, ഒരു കാര്യം പറയുമ്പോൾ കേരളത്തെ കൂടെ ഒന്ന് താങ്ങിയിട്ട് തൂക്കം ഒപ്പിച്ചതാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. തൂക്കം ഒപ്പിച്ചതല്ല. കേന്ദ്രം ഒരുപക്ഷെ ജനവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും അതിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ കേരളത്തിന് ഒരു പരിധിവരെ സാധിക്കും. അത് കേരളം ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ഇവിടെ അത് ചെയ്യേണ്ടത് മന്ത്രി KB ഗണേഷ് കുമാറാണ്, അദ്ദേഹത്തിന്റെ വകുപ്പാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മേല് അതൊന്ന് ചാരി വെച്ചത്. സത്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അമൻ മജീദ് പറഞ്ഞത്, ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ ഈ കൊള്ളയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തുകൂടെ? നിങ്ങളുടെ കൂടെ ജനങ്ങളുണ്ടാകും, ഒരുപക്ഷെ ആരുമില്ലെങ്കിൽ പോലും ജനങ്ങൾ അങ്ങയിൽ അഭിമാനം കൊള്ളും തീർച്ച. ഇത് എല്ലാവരും പറയുന്ന ഒരു പൊതുവായ കമന്റായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിസ്സഹായതയിൽ നിൽക്കുന്ന ഒരു ജനത്തിന്റെ ഒരു ആത്മരോധനം പറയും, നിങ്ങൾക്കതൊന്ന് ഇറങ്ങിക്കൂടെ എന്ന്. ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്, ആ മറുപടി നിങ്ങളോടൊന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. പക്ഷെ നിലവിൽ നിങ്ങളെപ്പോലെ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ ഒരുപാട് പേർ കള്ളക്കേസിൽ, വ്യാജ പോക്സോ കേസിലും വ്യാജ പീഡന കേസിലും പെട്ട ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി ഇറങ്ങി എന്ന കാരണത്താൽ, അവർക്ക് വേണ്ടി സംസാരിച്ചു എന്ന കാരണത്താൽ അവർ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. അത്തരം കേസുകൾ പല കോടതികളിൽ നടക്കുകയാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു കോഴിക്കോട് കോടതിയിൽ. ഇനി 17-ാം തീയതി ഒരു കോടതിയുണ്ട്, അടുത്ത മാസം 15-ാം തീയതി കോടതിയുണ്ട്. ഇങ്ങനെ കോടതികൾ കയറി ഇറങ്ങി നടക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, അതായത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾ കള്ളക്കേസിൽ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. നിങ്ങൾ നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ ഇറങ്ങണ്ടേ, ആരെങ്കിലും ഒന്ന് ഇറങ്ങണ്ടേ. സമൂഹം മുഴുവൻ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരാളെങ്കിലും കൂടെ ഉണ്ടാകുന്നത് നല്ലതല്ലേ, ഒരു ആശ്വാസമല്ലേ. അങ്ങനെ ഇറങ്ങി എത്രയോ ആൾക്കാരെ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, കോടതിയെ ബോധ്യപ്പെടുത്തി അവരെ മോചിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോക്സോ കേസിൽ ജീവപര്യന്തം പോലും ശിക്ഷ കൊടുക്കേണ്ടി വരുന്ന കേസുകൾ, പല കേസുകളിലും ഇടപെട്ടുകൊണ്ട് തെളിവുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നിയമ പോരാട്ടത്തിന് സഹായിച്ചുകൊണ്ട് അത് കള്ളക്കേസാണ് എന്ന് കോടതിയെ മുന്നാകെ ബോധിപ്പിച്ചുകൊണ്ട് വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെറുതെ വിട്ടു കഴിഞ്ഞാലും നമുക്കെതിരെ തരുന്ന കേസ് അവിടെ നിലനിൽക്കും. അതായത് യഥാർത്ഥ കേസ് ഒരു പക്ഷേ റദ്ദാക്കപ്പെട്ടാലും അവർക്ക് വേണ്ടി ഇറങ്ങിയതിന്റെ പേരിൽ നമുക്ക് വരുന്നൊരു കേസുണ്ടല്ലോ, ആ കേസ് അവിടെ കിടക്കും. പിന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഇറങ്ങിയത് അവർ പോലും അവർക്ക് വേണ്ടി ഇറങ്ങിയ കാരണത്താൽ എനിക്ക് വന്ന കേസിൽ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടില്ല, ഒരു നന്ദി വാക്കുപോലും പറഞ്ഞിട്ടുള്ള ഒരു സഹായം ചെയ്തിട്ടില്ല. അതാണ് നിലവിൽ എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ സുപ്രീം കോടതിയിലൊക്കെ ഒന്ന് ഫയൽ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ കോടതികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പണം വേണം, നല്ല പണം വേണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് എനിക്ക് വന്ന കേസുകൾക്ക് ഞാൻ കടം വാങ്ങിയിട്ടും അല്ലാതെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു സഹായം ചോദിച്ചിരുന്നു ഇതിനു മുമ്പ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ. ആകെ മനസ്സറിഞ്ഞ് സഹായിച്ചത് 1-2 മനുഷ്യരാണ്. ഒരു 4500 എനിക്ക് വന്നിട്ടുണ്ട്. 3 ലക്ഷം രൂപയോളം ഞാൻ കടം വാങ്ങി ആണ് ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയാണ് ഞാനിപ്പോ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വക്കീൽ ഫീസ് കൊടുക്കണമല്ലോ. ഇവർ വരുന്ന പിന്തുണയും അഭിമാനവും കൊടുത്തു കഴിഞ്ഞാൽ വക്കീൽ വാദിക്കില്ല, അതിന് പണം തന്നെ കൊടുക്കണം. പൈസയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. അതായത് ഇത്തരം കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് പണച്ചെലവുണ്ട്. ആ പണം ചെലവ് മുടക്കാൻ കുറച്ചു പേരെങ്കിലും തയ്യാറാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇറങ്ങാൻ ഒരു മുന്നിൽ നിൽക്കാൻ ഒരു മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി. നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പറയും, വിളിച്ചാൽ മതി. ഈ ബാറിൽ കാണുന്നതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ, കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് തോമസ് ആന്റണിയുടെയാണ്. ഞാൻ അദ്ദേഹം ഇന്നലെ വിളിച്ചിരുന്നു. ഇദ്ദേഹം പറയുന്ന പെട്രോൾ വിഷയം വളരെ ഗൗരവതരമാണ്. ജനം ഇദ്ദേഹത്തെ പോലുള്ളവരോട് ശക്തമായി സഹകരിക്കണം. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ജനത്തെ ഞെക്കിപ്പിഴിയുന്ന പല പദ്ധതികളുണ്ട്. അത് ക്യാമറയെക്കുറിച്ചും പെട്രോളിനെ കുറിച്ചും മദ്യവിലയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യമാണത്. കാരണം നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ല. നമ്മൾ വോട്ട് ചെയ്ത് ഇന്നിപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസമാണ്. നമ്മൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് അങ്ങോട്ട് അയക്കുകയാണ്. പിന്നെ അവർക്ക് തോന്നിയതുപോലെയാണ് നമ്മൾ അനുഭവിക്കുക. നമ്മളോടൊന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ KSEBിന്റെ കറണ്ട് ബില്ല് വർധനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഹിയറിംഗ് വെക്കാറുണ്ട്. കേവലം ഒരു ചടങ്ങ് മാത്രമാണ്. ആ ഹിയറിംഗിൽ സംസാരിക്കുന്ന കാര്യങ്ങളോ ഹിയറിംഗിൽ ജനം ആവശ്യപ്പെടുന്ന ഒന്നും നടപ്പിലാകാറില്ല. വെറുതെ ഒരു ചടങ്ങ് നടത്തി എന്ന നിലയിലാണ് അതിന്റെ അവസ്ഥ. ഇതൊക്കെ ഒന്ന് മാറണം. അതിനാണ് ജനപ്രതിനിധികൾ തന്നെ ആവണം എന്ന് പറയുന്നത്. ജനങ്ങൾ പ്രതിനിധിക്കാതെ ഒരു രക്ഷയുമില്ല. ജനങ്ങൾ നിയമപരമായി പോരാടണം.
കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ പണച്ചെലവുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന ആൾക്ക് സാമ്പത്തിക പിന്തുണ നൽകാൻ മറ്റുള്ളവർ തയ്യാറായാൽ മതി, എല്ലാ കാര്യങ്ങളും ശരിയായി നടന്നോളും. കോടതി ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്നത് നിങ്ങൾ മറക്കരുത്. മറ്റൊരു കമന്റ് വന്നത് നിസാർ അഹമ്മദാണ്. നിസാർ അഹമ്മദ് പറഞ്ഞ കാര്യങ്ങളിൽ വാസ്തവമുണ്ട്. പഴയ വാഹനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഉയർന്ന മലിനീകരണ തോതിലുള്ള നിലവിലെ മാനദണ്ഡം വീണ്ടും ഉയർത്തി പരിവാഹൻ പുക പരിശോധന സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തി ഈ പ്രശ്നം സർക്കാർ തലത്തിൽ പരിഹരിച്ചെടുക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതിലേക്ക് താങ്കൾക്ക് തന്നെ ഒരു ഓൺലൈൻ റിക്വസ്റ്റ് അയക്കുക. അവരുടെ പ്രതികരണം ഞങ്ങളെയും താങ്കൾ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നമ്പരും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ഇതിനിടയിൽ അദ്ദേഹം എന്റെ വീഡിയോ കണ്ടപ്പോൾ അതിനൊരു അഭിപ്രായം പറഞ്ഞതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇതുപോലെ ഒരു പുക പരിശോധനാ കേന്ദ്രം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരപ്രതി ശരിയാണ്. കാരണം പൊല്യൂഷൻ ടെസ്റ്റിന് വരുന്ന വാഹനങ്ങൾക്ക് പൊല്യൂഷൻ പാസ്സായി കിട്ടാത്തതിന്റെ പ്രധാന കാരണം ഇപ്പോഴത്തെ ഈ പെട്രോളാണ്. അതിലെന്ത് ചെയ്തിട്ടും കാര്യമല്ല. നമുക്ക് ദോഷകരമായ ഒരു സംഗതി നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ച് ഉപയോഗിപ്പിച്ചിട്ട് പിന്നെ അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനുള്ള ചെലവും മറ്റും നമ്മൾ തന്നെ സഹിച്ചോണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പറഞ്ഞാലും കേരള സർക്കാർ പറഞ്ഞാലും അത് വളരെ പ്രയാസകരമാണ്. പക്ഷെ അത് മാറ്റാൻ നിവൃത്തിയില്ല. നമ്മൾ സഹിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ഈ നിലപാട് മാറണ്ടേ. അതല്ല, ഇതിന് സൊല്യൂഷൻ വേണ്ടേ, ഒരു പരിഹാരം വേണ്ടേ. ആ പരിഹാരത്തിന് ജനം ഇറങ്ങിയേ പറ്റുള്ളൂ. ഏതായാലും ജനം ഒന്നാകെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇതിനു വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഒട്ടാകെ ഒരു ക്യാമ്പയിൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭരണകൂടം മാറ്റം വരുത്തും. ഒരു സംശയം വേണ്ട, മാറ്റം വരുത്തും എന്നുള്ളത്. രണ്ട് ഓപ്ഷൻ നമുക്ക് വെക്കാം. ഒന്നുകിൽ ഈ പറയുന്ന പെട്രോളിന്റെ കൂടെ, കാരണം അത്തരം വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്, E20 ഉപയോഗിക്കാൻ പാകത്തിനുള്ള വാഹനങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്, ആ വാഹനങ്ങൾക്ക് ആ പെട്രോൾ തന്നെ വേണം. അപ്പൊ അതും ഒപ്പം പഴയ വാഹനങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് പഴയ പെട്രോളും, ഇത് രണ്ടും വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ ഒന്ന് പാസ്സാക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം. അത് ചെയ്യാൻ പറയണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രയാസമാണ്. വലിയ സാമ്പത്തിക ബാധ്യതയാണ്, വലിയ ഫൈനാണ് നമുക്ക് കെട്ടേണ്ടി വരുന്നത്. നമ്മൾ നയിച്ചുണ്ടാക്കുന്ന പണം ഇത്തരത്തിൽ അനാവശ്യമായി ചെലവഴിക്കപ്പെടുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ലേ? ഈ പാസ്സാക്കി ഇറക്കുന്ന നിയമങ്ങൾ പാസ്സാക്കി ജനങ്ങളുടെ പെരടിക്ക് വെച്ചു കൊടുക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. അവരൊക്കെ വെള്ളിക്കരണ്ടി കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഒരു ദിവസത്തെ പണിക്കിറങ്ങി പോയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ അന്നം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കിട്ടുന്നത് കൂടി പിടിച്ചു വെച്ചുകൊണ്ടുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? Different angles. Don't forget to subscribe and support this channel.